സുഹൃത്തുക്കളെ, അനോമി സിനിമയെക്കുറിച്ചാണ്. റഹ്മാൻ ഭാവന കോംബോയിൽ വന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സയൻസ് ഫിക്ഷൻ ജോണറിൽപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഷെർലോക്ക് ഹോംസ് സിനിമയും അഗത ക്രിസ്റ്റി നോവലൊക്കെ ചേർന്ന് ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കുന്നുള്ള പോലെയാണ്. വളരെ സൈലൻ്റായിട്ട് തുടങ്ങി പതുക്കെ കഴിഞ്ഞ് ഇങ്ങനെ കയറുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ ഈ സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈം ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇതിൻ്റെ വിഷയം പോകുന്നത്. ഈ സൂയിസൈഡൽ മെൻറ്റാലിറ്റിയുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർ വേറെ രീതിയിലുള്ള ഗിനിപ്പിക്കുകളാക്കി മാറ്റുന്നു. പണ്ട് ഗിനിപ്പിക്കുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഈ ഗിനിപ്പിക്കുകളെ വെച്ചിട്ടാണ് പലതും എക്സ്പെരിമെൻ്റ് ചെയ്യുക. ഇവിടെ മനുഷ്യനെ തന്നെ ജസ്റ്റ് മരണത്തോടെ വക്കിൽ നിൽക്കുന്നവരെ എടുത്തിട്ട് മരിച്ചു എന്ന് പറയുന്ന സെക്കൻഡുകളുടെ അകത്ത് അവർ ബ്രെയിനിനെ വീണ്ടും അവരുടെ കോൺഷ്യസ്നെസ്സിനെ അല്ലെങ്കിൽ ഓർമ്മകളെ തിരിച്ചു പിടിച്ചിട്ട് അത് മറ്റൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരിതാണ്. മരണത്തെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു സയൻസ് ഫിക്ഷൻ ജോണറിൽപ്പെട്ട ഒരു വിഷയമാണ്. സാധാരണ ഒരു ക്രൈം, സ്വന്തം സഹോദരനെ കാണുന്നില്ല, അതുപോലെ തന്നെ പലരും മിസ്സിങ് ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാവനയുടെ ഫോറൻസിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസർ എന്ന് പറയുന്ന രീതിയിലാണ് അവരുടെ ക്യാരക്ടർ വരുന്നത്. വളരെ ശക്തമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. റഹ്മാനാണെങ്കിൽ ഫിനിഷ് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ പല കേസുകളും ഫയലുകൾ ക്ലോസ് ചെയ്യുമ്പോഴും ഈ ഭാവനയുടെ ഇടപെടൽ കാരണം പല കേസുകളും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വീണ്ടും അത് തുറക്കേണ്ടി വരുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതാണ്. നമ്മൾ വളരെ ആത്മകഥാംശം രീതിയിൽ ചിന്തിച്ചാൽ ഭാവനയുടെ ജീവിതം എന്ന് പറയുന്നത് നോക്കൂ, അവർ ഫേസ് ചെയ്തിട്ടുള്ള അത്ര ടെറിഫിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, അവരെ ക്യാരക്ടറിനെയും സൈക്കിനെയും തകർക്കുന്ന രീതിയിൽ, ലൈഫിനെ തകർക്കുന്ന രീതിയിലൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു 2017. അതിനതിജീവിച്ചവർ മുന്നോട്ട് പോകുന്നു. കുറേ കാലം സൈലൻ്റ് ആയിട്ടിരുന്നെങ്കിലും പിന്നെയും ഫിലിമിലൂടെ കയറി വരുന്നു. ഇതിൽ തന്നെ വളരെ അറ്റാമൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ഒരിക്കലും അവർ വിട്ടുകൊടുക്കുന്നില്ല. എല്ലാവരും കൈയൊഴിഞ്ഞാലും ഒറ്റയ്ക്ക് ഞാൻ നേരിടുമെന്ന് പറയുന്ന ഒരു മുഹൂർത്തമുണ്ട്, ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും, സത്യം തെളിയുന്നവരെ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. സംഗതി അവരുടെ ലൈഫിൽ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഗൂഢാലോചനയായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന സ്ഥലത്തും അവർ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ്. അവരും അവരുടെ ഹസ്ബൻഡും ഫാമിലിയും നമ്മളെല്ലാവരും സുഹൃത്തുക്കളും ഒപ്പം നിന്നു ആ ഒരു 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 കോൺസിസ്റ്റൻ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള ഒരു തലമുണ്ട്. അപ്പോൾ ആ ഒരു തലം ഇതിൻ്റെ അകത്തുള്ള ഈ സിനിമയുടെ അകത്തുള്ള സ്ക്രിപ്റ്റിൽ പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. കാരണം ഈ ക്രൈമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൈയൊഴിഞ്ഞാലും ഞാനത് വിടില്ല എന്ന് പറയുന്നു. വീണ്ടും പോലീസിനെ കേസ് തെളിയിക്കാൻ നിർബന്ധിതമാകുന്നു. കാരണം ഈ പറയുന്നതിൽ സത്യമുണ്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാവുന്നു, ഹയർ അതോറിറ്റീസിന് മനസ്സിലാവുന്നു, മിനിസ്റ്റർ, പൊളിറ്റീഷ്യൻസിന് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും ഈ കേസ് അങ്ങനെ അതിൻ്റെ ഫൈനലിലെത്തുമ്പോഴാണ് ഇതിൻ്റെ ഡേഞ്ചറിലേക്ക് എത്തുന്നത്. കഥ മുഴുവൻ ഞാൻ പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് വലിയ പബ്ലിക് ക്യാമ്പയിനൊക്കെ നടത്തുന്ന ഒരുപാട് സംഘടനകൾ. പക്ഷെ അവർ ഒന്ന് വിചാരിച്ചു നോക്കൂ, അതിലൊരു 10 ലക്ഷം പേര് കൂളായിട്ട് തിയേറ്ററിലെത്തി നോക്കൂ, എൻ്റെ 150 രൂപ. അത്ര സിമ്പിൾ ലോജിക്കിൽ മലയാളിക്ക് നല്ല സിനിമകൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നൊരു ഒരു എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ഒരു കേരളമാണിത്. അപ്പർ മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫാമിലി പോയാൽ ടിക്കറ്റിന് മാത്രം ഒരു 450-500 രൂപ പോകുന്നു. യാത്ര എല്ലാം കൂടി ഒരു 1000 രൂപ വരുന്നു. തീർച്ചയായിട്ടും ഇവിടെ മികച്ച സിനിമകൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ യുവജന സംഘടനകളുടെ കഥ പറയും, 50 ലക്ഷം DOFI ഉണ്ടോ, 50 ലക്ഷം ഇൻറ്റു 100 രൂപ, 150 രൂപ ഒന്ന് കണക്കൂട്ടി. തീർച്ചയായിട്ടും DOFIക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഏറ്റെടുക്കണം. വനിതാ സാഹിതിയോട് പറയുന്നു, ജനാധിപത്യ മഹിളാ അസോസിയേഷനോട് പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ അവൾക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മികച്ച സിനിമ, വളിപ്പ് സിനിമയല്ല, വളരെ സോഷ്യൽ റെലവൻ്റ് ആയൊരു വിഷയത്തിനെ, അതും ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിൽ അവരുടെ നിലപാട്. അവസാനം ആ വില്ലൻ പോകുന്ന സമയത്ത് ആ വില്ലനെ ഫേസ് ടു ഫേസ് വരുന്ന രംഗങ്ങൾ പോലും, ഞാൻ പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് അത്ര ട്വിസ്റ്റിങ്, അത്ര അൺഎക്സ്പെക്റ്റഡാണ്. ഈ ഒപ്പം നിൽക്കുന്ന പലരും എങ്ങനെയാണ് നമ്മളെ ഈ ചിരിച്ചുകൊണ്ട് കൊല്ലുന്നത്, ചതിക്കുന്നത്. അപ്പം ആ തലത്തിൽ ഈ ഒരു ഫിലിം, അനോമി എന്നുള്ള സിനിമ എല്ലാവരും ഏറ്റെടുത്തേ പറ്റും.
അത് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ക്രിമിനൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടുള്ള സെലിബ്രിറ്റി നടന്മാരുടെ സിനിമകൾ എങ്ങനെയാണോ നമ്മൾ നിഷേധിക്കാൻ തീരുമാനിക്കുന്നത്, കാണില്ല എന്ന് തീരുമാനിക്കും, ദിലീപിൻ്റെ സിനിമ കാണില്ല എന്ന് തീരുമാനിക്കുന്ന അപ്പുറത്ത് ഭാവനയുടെ സിനിമ കണ്ടിരിക്കും എന്ന് പറയുന്ന നിലപാട് എല്ലാവരും എടുക്കുക. ഞാൻ ചാക്കോടി അന്തിക്കാട്, ഇത് എൻ്റെ പിന്നെ സ്നാപ്പ് ഇതിൽ വരുന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിത് കൊണ്ടുവരുന്നത്. ഒരു പക്ഷേ 1598 സ്നാപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ അനോമിക്കൊപ്പം ഭാവനയ്ക്കൊപ്പം, അതാണ് ഈ സ്നാപ്പിൻ്റെ. ഞാൻ അനോമിക്കൊപ്പം ഭാവനയ്ക്കൊപ്പം. അഭിവാദ്യങ്ങൾ. റിയാദ് മാറാത്തിന് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട്. എൻ്റെ ക്യാമറ ക്രൂ, അതിന് സൗണ്ട് മിക്സ് ക്രൂ, VFX ചെയ്തവർ, മ്യൂസിക് പാറ്റേണിൽ ചെയ്തിരിക്കുന്നത്. അവസാനത്തേക്ക് വരുമ്പോൾ വളരെ ശക്തമായ മ്യൂസിക് പാറ്റേണാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. തുടക്കത്തിൽ നമുക്കത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാന്ന് തോന്നുമെങ്കിലും പിന്നീട് ആ സബ്ജക്റ്റിൻ്റെ പേസ് അനുസരിച്ച് അതിൻ്റെ മിസ്റ്ററി അനുസരിച്ച് കൃത്യമായ സൂക്ഷ്മതലത്തിലുള്ള മ്യൂസിക് പാറ്റേൺസ് ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെയാണ് അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജ്. സിനിമ എന്ന് പറയുന്നത് സൈലൻസും സ്പീഡും സ്ലോവും, സൈലൻസും വയലൻസും ഒക്കെ മിക്സ് ചെയ്ത് ലൈഫിൻ്റെ അകത്തുള്ള ചില മുഹൂർത്തങ്ങൾ, പേഴ്സണലാവുന്ന മുഹൂർത്തങ്ങൾ, മാസിൻ്റെ ഇടയിൽ നമ്മൾ ഇടപെടുന്ന ഒഫീഷ്യലായിട്ടുള്ള മുഹൂർത്തങ്ങൾ, വ്യക്തി പ്രൈവറ്റായി മാറുമുള്ള ഇൻറ്റീരിയർ സീനുകൾ, ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചേർത്തുകൊണ്ട് മെർജ് ചെയ്തുകൊണ്ടാണ് ഫ്ലവർ ചെയ്താണ് ഈ വിഷയം കൊണ്ടെത്തിക്കുന്നത്. ഈ അടുത്ത് ക്രൈം ത്രില്ലർ സിനിമകൾ പലതും വന്നിരിക്കുന്നു. നമ്മൾ ഈ ഗോളം പോലെയുള്ള സിനിമ പലതും വന്നിരിക്കുന്നു. ഗരുഡൻ വന്നു. വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ട് പറയുന്ന സിനിമകളും വളരെ സൈലൻ്റായിട്ട് ചെയ്തിട്ടുള്ള ഗോളം പോലെയുള്ള സിനിമകളൊക്കെ ഒരുപാട് കോർപ്പറേറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിഗൂഢ മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഭയങ്കര ഡേഞ്ചറസുകളാണ്. ഈ ഡേഞ്ചറാണ് തുറന്നു കാണിക്കുന്നത്. അനോമി അതുപോലെ തന്നെ വളരെ, എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഇസ്തവാൻ സാബുവിൻ്റെ ഒക്കെ ഒരു ഫിലിമിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ തോന്നും. ഹംഗറിയൻ ഫിലിം മേക്കർ, ഭയങ്കര സൈലൻസ്, ഈ ചെറിയ ഇൻസിഡൻ്റൽ ആയിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ സൗണ്ട് എഫക്ട്സ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. ഫൈറ്റ് സമയത്തൊക്കെ ഇടിമിന്നൽ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന അപ്പം അങ്ങനെ ആ എല്ലാ അർത്ഥത്തിലും ഈ സിനിമ നമ്മൾ വിജയിപ്പിച്ചേ പറ്റൂ. ഓക്കെ, നമ്മളത് വീണ്ടും പറയുകയാണ്. ഈ എത്രയോ ചവിട്ടി താഴ്ത്തപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള മഞ്ജു വാര്യരെ പോലുള്ളവരും അങ്ങനെയുള്ളവർക്ക് അതിജീവിച്ച് തമിഴ് ഇൻഡസ്ട്രിയിൽ കയറി അസുരൻ പോലുള്ള സിനിമകൾ ചെയ്യുന്നു. അത് ധനുഷിൻ്റെ ഒപ്പം ചെയ്യുന്നു, അതിഗംഭീരമായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം അതുപോലെ ഈ വർക്ക് ഓഫ് ആർട്ടായിട്ട് ബന്ധപ്പെട്ട് അത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിൽ അത് ക്രിയേറ്റിവിറ്റിയിലൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. കൂടുതൽ മോർ ക്രിയേറ്റീവായിട്ട് ഇത് ഈ പറഞ്ഞ പരദൂഷണ കമ്മിറ്റീനെയും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നവരെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ്. ആ മെസ്സേജാണ് ഞാൻ ഈ ഭാവന ഒഫീഷ്യൽ എന്നുള്ള ഫേസ്ബുക്കിൽ പോലും ഞാൻ എഴുതിയിരിക്കുന്നു. കൂടുതൽ ഗംഭീരമായ വർക്കുകൾ ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിംഗ് ആയ അഭിനയങ്ങൾ മുന്നോട്ട് വയ്ക്കുക, അവാർഡ് വിന്നിങ് ഫിലിംസിൻ്റെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഈ നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്നവർ അങ്ങനെ വേണം ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്താൻ, അട്ടിച്ച് മൂലയ്ക്ക് കൊണ്ടിരുത്താൻ. ലൈഫിൽ അങ്ങനെ തന്നെയാണെന്നേ. നമ്മൾ ഇന്നൊരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞാണ്, ഈ സെക്കൻഡ് വേൾഡ് വാറിൽ 300 കോടിയുള്ള ജനതയാണെന്ന് 650 കോടി. എത്രയൊക്കെ പീഡനങ്ങളും എത്രയൊക്കെ ഒറ്റപ്പെടലുണ്ടെങ്കിലും എത്ര ലോൺലിനെസ് ഉണ്ടെങ്കിലും എത്രയൊക്കെ മഹാമാരികളും യുദ്ധങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യൻ വി ഷാൽ ഓവർകം എന്ന് പറയുന്ന പോലെ ഈ നടിയോട് എനിക്ക് പറയാനുള്ളത് വി ഷാൽ ഓവർകം എന്ന് മാത്രം ഏറ്റുപറഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ വേണം ഈ പരദൂഷണ കമ്മിറ്റീനെയും ഈ ക്രിമിനൽ മൈൻഡുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഫാൻ ക്ലബ്ബുകളെയും അവരുടെ PRO വർക്കിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട്. കയ്യിൽ കാശുള്ള കാരണം വളരെ ഈസി ആയിട്ട് അത് മുന്നോട്ട് എറിയുക. നല്ല മേക്കിംഗ് ആയിട്ടുള്ള നല്ല ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന പിള്ളേരെ വെച്ചിട്ട് അതിഗംഭീരമായ റോളുകൾ ചെയ്യുക. ഭാവനോട് എനിക്ക് പറയാനുള്ളത് മാത്രമാണ്. മുരളി മേനോൻ എന്ന് പറയുന്ന ഭാവനയുടെ അങ്കിൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഒപ്പം ഞാൻ ചാക്കോടി അന്തിക്കാട്, എൻ്റെ കൂടെ അത്ര കാലത്തെ 80s മുതലുള്ള ബന്ധമുള്ളതാണ് മുരളി മേനോൻ എന്ന് പറയുന്ന ഭാവനയുടെ അങ്കിൾ, അമ്മാവൻ, പുഷ്പേഡിങ് മാധവക്കുട്ടിയുടെയും ആംഗളേറ്റ് വരും. അപ്പോൾ ഈ മുരളി മേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ അയാളെയും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഒരു അത്ര കാലത്ത് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ഭാവന പോലെയുള്ള നടി അതിശക്തമായ വേഷങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ മാത്രമല്ല ഈ സൗത്ത് ഇന്ത്യയിലും പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്ത്
ഒരുപാട് പേർക്ക് ഇന്ന് ശത്രുവാകുന്നവൻ നാളെ കൈയടിക്കണം എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നില്ല. അവരുടെ ഒരു വാൾ പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്നില്ലേ, അവരവരുടെ എന്നെ എതിർത്തിട്ട് സംസാരിക്കുന്നവരോട് അവർക്ക് വല്ല തൃപ്തി കിട്ടണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള വളരെ മാനവികമായ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ഫേസ്ബുക്കിൽ. ഞാനത് എൻ്റെ വാളിൽ കൊണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളിങ്ങനെ ഈ തകർന്ന് തരിപ്പണായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന മെയിൽ ഡോമിനേഷൻ്റെ ലോകത്ത് അവർ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. വിയറ്റ്നാം വാറും സെക്കൻഡ് വേൾഡ് വാറും കാണുമ്പോൾ നമ്മൾ ഈ ബോംബിൻ്റെ നേരിട്ട് കൊണ്ട് ഓടി വരുന്ന പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ അതിനെ നേരിട്ടുള്ള സ്ത്രീകളുടെയും ഒക്കെ ഒരുപാട് ചരിത്രമുള്ളതാണ്. സ്ത്രീകൾ ഭരിക്കുന്ന ചരിത്രമുണ്ട്. സ്ത്രീകൾ ലിറ്ററേച്ചർ, ആർട്ടിലും മ്യൂസിക്കിലും ഡാൻസിലും ഫിലിം മേക്കിങ്ങിലൊക്കെ മുന്നോട്ട് പോകുന്നൊരു സാധനമാണ്. ആക്ടിങ്ങിലും അത് തന്നെ. മലയാളത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ എത്രയോ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇനിയും അത്ര പവർഫുൾ ആയിട്ടുള്ള ടൈം ആൻഡ് കട്ടിങ് ഉള്ള വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന വിൽ പവറുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ധാരാളം വരട്ടെ. അതാണ് ഇതിനോട് കൂടി അനോമിയോട് കൂടി ചേർത്ത് പറയാനുള്ളത്. ഓക്കെ, ബെസ്റ്റ് വിഷസ്.